വനിതകളുടെ ഉന്നമനത്തിന്റെ താളമാണ്. അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കും. കാരണം ഈ ഒരു ശിങ്കാരിമേളം ടീം അങ്ങ് വെറുതെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതോ പൊട്ടിമുളച്ചതോ ഒന്നുമല്ല. അവരുടെ ഒരു അധ്വാനത്തിന്റെ ഫലമായിട്ട് ഒരുപാട് വേദികൾ കീഴടക്കി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇതില് ഏറ്റവും എനിക്ക് ഭയങ്കര കൗതുകമായി തോന്നിയത്, നോക്ക്, ആ ചെറിയ മോള് മുതല് ജനപ്രതിനിധികൾ വരെ ഇതിനകത്തുണ്ട്. രണ്ടുപേര് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അപ്പൊ അവരെ എല്ലാരും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. മൊത്തത്തിലൊരു കൗതുകമാണ് ഈ ടീം. അപ്പൊ ലീഡറോട് ചോദിക്കാം, എന്താണ്? ജനനി എന്നാണ് പേര്. ജനനി ഇതിലേക്ക് പാഷനേറ്റ് ആയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്താണ്, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം ഒന്ന് പറയാമോ? തുടക്കം എന്ന് പറയുമ്പോ നമ്മള് സാധാരണ വീട്ടിലിരുന്നും വേറെ പ്രത്യേകിച്ച് ബിസി അല്ല ആയിരുന്ന ഒരു ടൈമില് വന്ന ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആണ്. അപ്പം എന്താവും അറിഞ്ഞൂടാ, എന്നാലും വന്നൊന്ന് ജോയിൻ ചെയ്തതാണ്. ചെയ്തപ്പോഴത്തേക്ക് പിന്നീട് അങ്ങോട്ട് അതൊരു അഡിക്ഷനിലോട്ട് ആയി. ഇപ്പൊ അതൊന്നും മാറാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇല്ല. നിങ്ങൾ എത്ര പേരുണ്ട് അംഗങ്ങള്? ഞങ്ങള് മൊത്തത്തില് ഇപ്പൊ 23 പേരുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി. പിന്നെ ഞങ്ങളുടെ കൂടെ ഇപ്പം ഇലക്ഷന് 2 പേരുണ്ട്. അപ്പൊ അവർക്കും ഇപ്പൊ വരാൻ പറ്റില്ല. ബാക്കിയുള്ള ഞങ്ങളിപ്പോ 17 പേരുണ്ട് ടീമില് മൊത്തത്തിൽ. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് കുറച്ച് മുന്നിൽ നിന്ന് പുറകിലേക്ക് പോയാൽ ഇപ്പൊ ഏകദേശം എത്ര സ്റ്റേജ് നിങ്ങളൊന്ന് കീഴടക്കി കാണും? ഞങ്ങള് സീസൺ അനുസരിച്ച് ഞങ്ങള് ഏകദേശം ഒരു കണക്കില്ല, എണ്ണിട്ടില്ല. അതായത് സ്ഥിരം പരിപാടികളുണ്ട്, ഒരുപാട് പരിപാടികൾ. സീസൺ ടൈമിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാം ഉണ്ട് അമ്പലങ്ങളില്. നമുക്ക് ദിവസം തോറും പ്രോഗ്രാം ഉണ്ടായിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം അങ്ങനെ കണ്ടിന്യൂസ് പ്രോഗ്രാം ഉണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. സീസൺ നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര പ്രോഗ്രാംസ് വരാറുണ്ടായിരുന്നു. ശരി, ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയാം. ഞാൻ ഇവരിൽ നിന്ന് മനസ്സിലാക്കിയത് പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിട്ട് പഞ്ചായത്ത് രൂപീകരിച്ച ഒരു പദ്ധതി. ആ പദ്ധതിയിൽ ഈ ചിങ്കാരിമേളം വരുന്നു. അപ്പൊ ആരൊക്കെയാണ് അതിലേക്ക് താല്പര്യമുള്ളവരെന്ന് പറഞ്ഞു വരുന്നു. കുറച്ചുപേര് വരുന്നു. അവർ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു അഡിക്ഷനിലേക്ക് വരുന്ന ഒരു വലിയൊരു ടീമായി മാറുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. നമുക്കിനി ഓരോരുത്തരെയും പരിചയപ്പെടാം. ജനനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജനനി ഇപ്പൊ ഫുൾ ടൈം ഇതിലേക്കായി അല്ലെ? ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്, ക്ലാസിക്കൽ സിംഗറാണ്. അതാണ്, അങ്ങനെയാണ് ജനനിയുടെ കാര്യം. ബാക്കിയുള്ള നമ്മൾ ജനപ്രതിനിധികളുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ആദ്യം നമുക്കൊരു ജനപ്രതിനിധിയിലേക്ക് പോവാം. മത്സരിക്കുന്നുണ്ട് അല്ലെ? സ്ഥാനാർത്ഥിയാണ്. പറഞ്ഞോളൂ, ആദ്യം തന്നെ എവിടെയാണ് മത്സരിക്കുന്നത്? പേരൊക്കെ പറയൂ. നമസ്കാരം, എന്റെ പേര് സുനിത. ഞാനിപ്പോ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കൊല്ലോട് വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. 2015-20 ഞാൻ ഇതേ കൊല്ലോട് വാർഡിന്റെ ജനപ്രതിനിധിയായിരുന്നു. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു. അടുത്ത 2020 വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാട്ടാക്കട ഡിവിഷൻ മെമ്പറായിരുന്നു. ആ സമയത്താണ് ഈ ഒരു പ്രോജക്ട് വച്ചതും. തുടക്കം മുതൽ തന്നെ ഇതിനകത്ത് ഉണ്ട്. എല്ലാ പ്രോഗ്രാമിനും പോകാൻ പറ്റി. നല്ല പ്രോഗ്രാം കിട്ടുന്നുണ്ട്. ഒരുപാട് നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു ഒരുപാട് പ്രചോദനം നൽകിയ ഒരു പ്രോജക്റ്റാണ്. ഈ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. നോക്ക്, ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ വരെ ഉണ്ട്. പേരെന്താണ്? ഏഞ്ചൽ. ഏഞ്ചൽ. കണ്ടോ ഏഞ്ചലെ? ഇത് എന്താണ്? ഇത് സംഭവം എന്താണ്? ഇലത്താളമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് പുസ്തകത്തിൽ പഠിക്കുമ്പോ ഏഞ്ചൽ അങ്ങ് കൊട്ടുവാണിത് അല്ലെ? ഒന്ന് കാണിച്ചേ, ഒന്ന് എങ്ങനെയാണ് ഇതിന്റെ സംഭവം? എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട ഇലത്താളം കൊട്ടുമ്പോ? ഇങ്ങനെയാണ് കൊട്ടേണ്ടത്. ഇത് ആരാ പഠിപ്പിച്ചു തന്നെ? ആണോ? ചേച്ചിയാണോ പഠിപ്പിച്ചു തന്നത്? എന്നിട്ട് സ്റ്റേജിലൊക്കെ പോകുമ്പോ എങ്ങനെയുണ്ട്? എല്ലാരും ഭയങ്കര കയ്യടിയാണോ? ആണോ? അപ്പൊ സന്തോഷാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കണം? 2-ല്. അയ്യോ, 2-ല്. ഞങ്ങൾ 2-ലായപ്പോ ഇത്ര എത്തി. പേര് പറയാമോ? അവനിക. അവനിക എത്രാം ക്ലാസ്സിലാ? 5-ല്. 5-ല്. ഇതിൽ അമ്മയും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ പറയാം. 5-ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. അപ്പൊ ഈ ഇലത്താളമാണ് ഇഷ്ടം. ചെണ്ട കൊട്ടണമെന്നുണ്ടോ? ഉണ്ടല്ലേ? അവിടെ ഉണ്ടോ? ഉണ്ട്, ആഗ്രഹമുണ്ട്. നന്നായിട്ട് കൊട്ടും. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, വെറൈറ്റി, കട്ട വെറൈറ്റിയാണ്. ഒരാൾ കോളേജിൽ നിന്ന് നേരെ നമുക്ക് വേണ്ടിട്ട് കൊട്ടാൻ വന്നിരിക്കുക. പേര് പറയുമോ? അലീന. അലീന. അലീന, എന്താണ് ഇതിന്റെ ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിച്ചത്? നമ്മൾ നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഒന്നുമില്ല. നമ്മള് ഇതിങ്ങനൊരു പദ്ധതി വരുന്നു. അമ്മയും ഉണ്ട് ഇതില്. അമ്മയുണ്ട്. അമ്മ ആരാണ്? അമ്മ അതാണ് അമ്മ. അമ്മയിലേക്ക് നമുക്ക് പോവാം. ഓ, അതാണ് സിസ്റ്റർ. ഓക്കെ. അപ്പൊ നമ്മളൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ പോന്നു.
അവിടെ വീട്ടിലും കൊട്ടി വല്ല പരിശീലനം അങ്ങനെ ഒന്നും ഉണ്ട്? അങ്ങനൊന്നുമില്ല. എനിക്ക് താല്പര്യമില്ലായിരുന്നു, അമ്മ വിളിച്ചോണ്ട് വന്നതായിരുന്നു. എന്നിട്ട് ഇപ്പോഴോ? ഇപ്പം അഡിക്റ്റ് ആയി. നേരത്തെ പറഞ്ഞാൽ അഡിക്ഷൻ ആണ് എല്ലാവർക്കും. എന്താ പഠിക്കുന്നത്? ഞാൻ പോളിയില് ഫാഷൻ ഡിസൈനിങ്. ഫാഷൻ ഡിസൈനിങ് ആണ്. ഓക്കെ, അപ്പൊ ഫാഷൻ ഡിസൈനിങ്ങും ചെണ്ടയും രണ്ട് എക്സ്ട്രീം ആണല്ലോ. ആണ്. മറ്റേ വേദികളിലൊക്കെ പോയി ഇപ്പൊ താരമായോ? കോളേജിൽ എങ്ങനെയുണ്ട്? അവിടെ കുഴപ്പമില്ല, അവിടെ കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ശരി, പഠിത്തവും നടക്കുന്നുണ്ട്. അപ്പൊ അമ്മയോട് ചോദിക്കട്ടെ, എന്താ പേര് പറഞ്ഞു? എന്റെ പേര് ബീന. 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 ബീന എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? എന്താണ് ഒരു അനുഭവം പറയൂ. നമ്മള് ഗ്രാമസഭയില് നമ്മുടെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നമ്മള് അപേക്ഷ. വീട്ടമ്മയായിരുന്നോ? അതെ, വീട്ടമ്മയാണ്. ഞാൻ വീട്ടമ്മയാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഞങ്ങള് സാധാരണ ഒരു കുടുംബത്തിലുള്ള ആളാണ്. വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി നിന്നതാണ്. അപ്പം ഗ്രാമസഭയിൽ ഒരു അപേക്ഷ ഫോം കണ്ടു. അപ്പോഴും താല്പര്യത്തോടും കൂടി ഞാൻ ഭയങ്കര കൊച്ചു നാൾ മുതൽ ആഗ്രഹമാണ്, പക്ഷെ ഒന്നിനും ഒരു അവസരം ഇല്ലാത്ത, നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വെറുതെ ഇതിനൊന്നും ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ്, ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. എന്നാലും ഒരു അപേക്ഷ കൊടുത്തു. പറഞ്ഞ എനിക്ക് മറ്റേ ഗൂസ് ബംസ് എന്നൊക്കെ പറയില്ല, അതെന്താന്ന് വെച്ചാൽ നമ്മളെ നേരിട്ട് കാണുന്നോണ്ടാണ്. നമ്മള് വെറുതെ വീട്ടിലിരുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അല്ലെ ഒരു ജോലി ഇല്ലെന്ന് പറയുന്ന വീട്ടമ്മ, എന്നാ ഇഷ്ടംപോലെ ജോലിയുണ്ട് നമുക്ക് താനും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് എത്ര വേദികളാന്ന് നോക്കുക, ആ സന്തോഷം നോക്കുക. അത് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നു. ഇടയ്ക്ക് തൊഴിലുറപ്പിനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അപേക്ഷ കൊടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി. അപ്പൊ അതിലൊരു പങ്കെടുക്കാൻ പറ്റി. വന്നപ്പോഴത്തേക്കും ആദ്യം വന്ന് ഏതൊന്നും അറിയാതെ വന്നതാണ്. വന്നു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ഇഷ്ടമായി. എനിക്ക് ഇത് താല്പര്യം. ആദ്യത്തെ വേദി ഒന്ന് ഓർത്തെ. ആദ്യത്തെ വേദി എന്ന് പറയാൻ നമ്മുടെ ഇത് എന്തുവാ, കളരി പൂജയാണ്. കളരി പൂജ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. അന്ന് നമ്മൾ ഇത്ര പേരൊന്നും അല്ല, ഞങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് സപ്പോർട്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ആവാൻ കാരണം ഞാൻ 2 മക്കളെയും അവളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു. കാരണം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഒരു തടസ്സം വരും. എവിടെ പോയാലും 2 പെൺമക്കളാകുമ്പോ ഇട്ടിട്ട് പോരാ. 2 പെൺമക്കളാകുമ്പോ നമുക്ക് സ്വാഭാവികം ഇട്ടിട്ട് വീട്ടിൽ എവിടെ പോകാൻ ടെൻഷൻ ആയിരിക്കും. ഇത് 2 പേരും എന്റെ കൂടെ ഉണ്ട് എവിടെ പോയാലും. ഇപ്പോഴും നമ്മുടെ ഏത് നമുക്ക് ടെൻഷനും ഇല്ല, നമ്മുടെ കൂടെ ഉണ്ട്, സേഫ് ആണ്. കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിന് നമ്മൾ ഒരുമിച്ചേ പോവുള്ളൂ. അപ്പൊ അങ്ങനെ ഭയങ്കര നിറഞ്ഞ മനസ്സോടെ സന്തോഷമാണ്. സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ആ ചിരിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പേര് മറന്നുപോയാ? സന്തോഷം കൊണ്ട്. അവന്തിക എന്ത് ചെയ്യുന്നു? 7th പഠിക്കുന്നു. അപ്പൊ ഇതിലേക്ക് വന്നത് അമ്മയുണ്ട്. പുറയിൽ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഇതിലേക്ക് വന്ന? അമ്മ പറഞ്ഞിട്ടാണോ? ഇപ്പൊ അഡിക്ഷനായി? ഓ, ഇത് എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് മാറി നിൽക്കാൻ താല്പര്യമില്ല. നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മ വീട്ടമ്മയായിരുന്നോ? ഞാൻ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയായിരുന്നു. ഹരിതകർമ്മസേന. അങ്ങനെ അപ്പോഴും പഞ്ചായത്തിൽ ഇങ്ങനെ പ്രോജക്ട് വെക്കുന്നത് അറിഞ്ഞിട്ടാണ് ഞാനും ഇതിലോട്ട് വന്നത്. അല്ല, അതിന് മുമ്പ് ചെണ്ടയോട് വല്ല താല്പര്യം ഉണ്ടായിരുന്നു? നമ്മളെ ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ കാണുന്നതല്ലാതെ അപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴിന് കൂടുതൽ ഇത് ചേച്ചി പറഞ്ഞ കണക്കിന് പിള്ളേരെ കൂടെ കൊണ്ടുവരുമ്പോ ഞങ്ങളെ വീട്ടിൽ നിന്ന് വിടുമല്ലോ. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോ പിന്നെ വിടാനും മടിക്കും. അങ്ങനെ ട്യൂഷനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങള്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ എന്താ തോന്നുന്നത് ഈ ഒരു നിമിഷം? ഇപ്പൊ ഭയങ്കരമായിട്ട് സന്തോഷം. ഇതിപ്പോ ഒരുപാട് പേരിലേക്ക് എത്തും. നിങ്ങള് വേദികൾ ഒരുപാട് പേര് നിങ്ങളെ കണ്ടു. അതല്ലാതെ കാണുന്നവരിപ്പൊ ടിവിയിലൂടെ കാണും. ഒരുപാട് ഇനിയും വേദികൾ വരും. പുറത്തൊക്കെ പോവോ? പോവും. ശരി ശരി, ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവരിലേക്കും കൂടി പോവാം. നമസ്കാരം, പേര് പറയുന്നത്? നമസ്കാരം, എന്റെ പേര് മഞ്ജുഷ. ഞാൻ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആണ്. നിലവിലെ വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് ആണ്. ചെണ്ടോട്ടം വന്നിരിക്കുന്നത്. എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നേ? കുഴപ്പമില്ല. കാരണം ഞങ്ങൾ 23-24 സാമ്പത്തിക വർഷത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു, വനിതാ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ ഒത്തിരി പാടുപെട്ടു. കാരണം എല്ലാവരും ഈ ഒരു ശിങ്കാരിമേളം വെച്ചെന്ന് വെച്ചൊരു
ഒരു സമ്പാദ്യം വനിതകൾക്കായിട്ടും വരുമാന മാർഗത്തിന് വേണ്ടിയാണ്. അപ്പൊ ഒത്തിരി പേര് വന്നിട്ട് പഠിക്കാൻ പറ്റാതെ പോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടി ഒരു ടീമായി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി സ്റ്റേജുകൾ, ഇപ്പൊ 50-ൽ കൂടുതൽ സ്റ്റേജുകൾ ഞങ്ങൾ ചെയ്യാൻ കഴിച്ചു സാധിച്ചു. വരുമാന മാർഗമായി വന്ന സമയത്ത് വിചാരിച്ചായിരുന്നു ഇതുപോലെ ഒരിക്കലുമില്ല. ഞങ്ങൾ ഇത്രത്തോളം വളരെ ഞാനും ഇതിനെതിരെ നിന്നുകൊണ്ട്, അറിയാലോ വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ ചുമതലയുണ്ട്, അതെല്ലാം നിലനിർത്തിക്കൊണ്ടും വാർഡിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടും ഇതും ഒത്തിരി പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടു. എന്നാലും കുഴപ്പമില്ല, ഞാൻ അവരോടൊപ്പം എത്തി. എല്ലാ സ്റ്റേജിലും വരാൻ പറ്റിയില്ലെങ്കിലും കുറെയൊക്കെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ശിങ്കാരിമേളം വിജയിച്ച ഏതെങ്കിലും ഒക്കെ പഞ്ചായത്തുകൾ അറിയാവോ നിങ്ങൾക്ക്? അങ്ങനെ ഞങ്ങൾ അങ്ങനെ നോക്കാമല്ലോ, ഞങ്ങൾ എത്രത്തോളം മുന്നിലെത്താൻ പറ്റുമോ. അല്ല, അത് എന്ത് നല്ലതായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ചെണ്ട എന്നുള്ളത് നമ്മുടെ ഒരു ഒച്ചത്തിൽ നമ്മുടെ അതും കൂടിയാണ്, നമ്മൾ ലൗഡ് ആവുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ കൊട്ടിയപ്പോ നമ്മള് സ്ത്രീകൾ ലൗഡാണ്. ഞങ്ങൾക്കൊരു ചിന്തയാണ്, ഞങ്ങളായിരിക്കണം എപ്പോഴും മുന്നിൽ. കാട്ടാൽ പെൺപടയായിരിക്കണം എപ്പോഴും മുന്നിൽ. കാട്ടാൽ പെൺപട, പേരിട്ടത് ഞങ്ങൾ എല്ലാവരും കൂടെ കമ്മിറ്റിയായിട്ട് തീരുമാനിച്ച ഒരു പേര് നിർദ്ദേശിച്ചു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം വളരെ ഭംഗിയായിട്ട് ആ ഒരു പവർ, കാട്ടാൽ പെൺപട എന്നുള്ളൊരു പവറെ ഞങ്ങൾ അനുഭവപ്പെടുന്നു. ഞങ്ങളെ പഞ്ചായത്ത് ഒത്തിരി പ്രോജക്ടുകൾ വെച്ച വനിതകൾക്കായിട്ട് അതിലൊരു പ്രോജക്റ്റാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കുറെ ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ടോ, വരണമെന്ന് ആഗ്രഹം പറയുന്നു? അതെ, നിലവിൽ ഈ ഗ്രാമസഭയ്ക്ക് ഞങ്ങൾ ഈ പ്രോജക്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പൊ ഒത്തിരി പേര് ഇങ്ങോട്ട് മുന്നോട്ട് വരാം. അപ്പൊ ഞങ്ങൾ രണ്ടാമത്തെ പദ്ധതിയായിട്ട് വനിതാ ശിങ്കാരിമേള, ഞങ്ങൾ ഈ ടീം വേറെ ആ ടീം വേറെ, അങ്ങനെ ഒരു അതായത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് പൂർണ്ണമായും സൗജന്യമായി. ചെണ്ട സൗജന്യമാണ്. ചുള്ളിമാനൂരുള്ള രഞ്ജിത്ത് സാറാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ചെണ്ട അടക്കം ഞങ്ങളെ പഠിപ്പിച്ചതടക്കം എല്ലാം സൗജന്യമാണ്. ഞങ്ങളുടെ യൂണിഫോം മാത്രമേ ഞങ്ങൾ ആയിട്ടുള്ളൂ. കാരണം ഞങ്ങൾ ഒരു യൂണിഫോമാണ് എല്ലാവരും മാറി മാറി, അത് മാത്രമാണ് ഞങ്ങളുടെ. പക്ഷെ ഞങ്ങൾക്കൊരു അതിനേക്കാളെ ഇരട്ടി ഞങ്ങൾക്ക് വരുമാന മാർഗം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പഠിക്കുന്ന മക്കൾക്കായാലും കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, വീട്ടമ്മമാരുണ്ട്. കിട്ടുന്നത് ഈക്വലായി ഷെയർ ചെയ്യും. അതെ, ഈക്വലായി എല്ലാവർക്കും ഷെയർ ചെയ്യും. നമുക്കൊരു വരുമാനം. ഒരുപാട് ആളുകൾ ഇപ്പൊ വിളിക്കുന്നുണ്ടല്ലോ പ്രോഗ്രാമിന്. ഓരോ വിളികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളെ തേടി. ഒരു കൗതുകം കൂടിയാണ്. ഞങ്ങൾ ബ്ലോക്ക് മെമ്പർ ഉണ്ട്, ഞാനുണ്ട്. അപ്പൊ നിലവിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളത് കോർഡിനേറ്റർക്കും ലീഡിനും കൈമാറും. റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന അവരാണ്. ഞങ്ങൾക്ക് ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് കൂടെ ഒരു പേടി, ഇത്ര ദൂരം നടക്കാം. പക്ഷെ ഞങ്ങൾ 3 കിലോമീറ്ററോളം നടന്ന് ഞങ്ങൾ ചെണ്ടടിച്ചു. അടിപൊളി അടിപൊളി. അപ്പൊ മുന്നോട്ട് അങ്ങനെ പോട്ടെ. ഒരാള് ഓക്കെ, പേര് പറയൂ. നമസ്കാരം, എന്റെ പേര് ശാലിനി. ഞാൻ കാട്ടാൽ പെൺപട ശിങ്കാരിമേളത്തിന്റെ കോർഡിനേറ്റർ ആണ്. ഓക്കെ, കോർഡിനേറ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മളാണ് ഈ ഇടപാടുകളൊക്കെ നടത്തുന്നത്. ആണ് വിളിക്കുന്ന ബുക്കിംഗ് ഒക്കെ എങ്ങനെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്താണ് നമ്മളപ്പം അവര് ആവശ്യപ്പെടുന്നത്? ഇപ്പൊ ഫ്യൂഷൻ ഒക്കെ ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ എനിക്കൊന്ന് പുരുഷന്മാരുടെ ശിങ്കാരിമേളത്തിൽ പുതിയ പുതിയ സാധനങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ? പുതിയ താളങ്ങൾ പഠിക്കുന്നുണ്ട്. ആണോ? ഓ ശരി. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം ചെയ്തു തരുമല്ലോ ഒരു ഫ്യൂഷൻ, ചെറിയൊരു പോർഷൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് ബുക്കിംഗ് വരണം ഇങ്ങോട്ട്. എങ്ങനെയാണ് ജനപ്രതിനിധി കൂടിയാണ്? സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഞാൻ പറയാം, അതിന്റെ ഡീറ്റെയിൽസ് പറയൂ. സ്ഥാനാർത്ഥിയാണ്, വോട്ട് ചോദിച്ചോ വേണേ? ഞാൻ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ചെട്ടിക്കോണം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. എന്നിട്ട് എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? എങ്ങനെ പോകും? പ്രചരണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വോട്ട് ചോദിക്കുമ്പോൾ നമ്മള് എല്ലാ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ, അതൊക്കെ കൊടുക്കുന്നുണ്ടോ? വാഗ്ദാനമൊന്നും ഇതുവരെയും കൊടുത്തിട്ടില്ല. നമ്മളൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കും. ഞാൻ 15 വർഷം കൊണ്ട് സാമൂഹ്യ പ്രവർത്തകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം. നന്നായി അറിയാം. പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാര്യം എല്ലാവർക്കും അറിയാവോ? ചെണ്ട എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. ഞങ്ങള് പിന്നെ കുടുംബശ്രീയുടെ അരങ്ങിന്റെ പരിപാടിയായിട്ട് സ്റ്റേറ്റ് ലെവൽ വരെ മത്സരത്തിന് പോയി. ഓ ശരി ശരി. അപ്പൊ ആ സ്റ്റേജ് എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരമാണല്ലോ. മത്സരമായിരുന്നു. ഞങ്ങള് താലൂക്കിൽ ഫസ്റ്റ്, ജില്ലയിൽ ഫസ്റ്റ്, സ്റ്റേറ്റ് ലെവൽ വരെ എത്തി. അടിപൊളി. അപ്പൊ അന്നുണ്ടായിരുന്ന കുറച്ചുപേരൊക്കെ മാറിപ്പോയി അല്ലേ? അപ്പോഴുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ മത്സരത്തിൽ പങ്കെടുത്തവരൊക്കെ ഒരുപാട് മത്സരങ്ങൾ വരട്ടെ. പിന്നെ നമുക്ക് ഈ വനിതാ ശിങ്കാരിമേളം തന്നെ പ്രോജക്ട് വെച്ചത് നമ്മളെ ബഹുമാനമുള്ള പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ ആണ്. അപ്പം പ്രസിഡന്റിന് ഈ സമയം നന്ദി പറയുകയാണ്. അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ഇവര് പ്രാക്ടീസ് ചെയ്യുന്നത്, അത് മാഡത്തിനോട് ചോദിക്കാം. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് പ്രത്യേക സ്ഥലമുണ്ട് കേട്ടോ ഇവർക്ക്. അതാണ്. അപ്പൊ അതും പഞ്ചായത്തിന്റെ വക അല്ലെ? പേര് പറയാമോ? എന്റെ പേര് ബിന്ദു. ഞാൻ അംഗൻവാടി ടീച്ചറാണ്. അംഗൻവാടി ടീച്ചർ അടുത്ത പ്രൊഫഷനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് ഉൾപ്പെടെ ഞങ്ങളുടെ ICDSന്റെ ഇംപ്ലിമെന്റിംഗ് ആണ് ഞങ്ങളെ സാറ് ശ്രീല മേഡം ആയിരുന്നു ഇത്. അപ്പൊ ഈ പരിപാടി ഇത് പഞ്ചായത്തിന്റെ ഇത് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയെങ്കിൽ ഒരു ശിങ്കാരിമേളം ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. സാറ് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് പ്രസിഡന്റിന്റെ കൂടെ ഇത് പറഞ്ഞ് ഇത് ഞങ്ങൾക്ക് ഇത് ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞൊക്കെ 120 പേരോളം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ അവർക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇതിനോടൊട്ട്
പേഷൻ വേണം, ഹാഷം വേണം, അത് നമുക്ക് ചെയ്യാൻ. പക്ഷെ ഇതിലോട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, ഇഷ്ടമായിരുന്നു. അപ്പൊ ചെയ്തു. പക്ഷെ എനിക്ക് അപ്പൊ കാലിന് ശകല ബുദ്ധിമുട്ടായപ്പോ ഞാൻ ഇതിന്ന് മാറി. അപ്പോഴത്തേക്ക് ഇതിലുള്ള ആൾക്കാർ കുറെ ആൾക്കാർ പോയി. പിന്നെ വീണ്ടും സാറ് വിളിച്ചു, ഞാൻ വന്നു. എന്റെ മകളുണ്ട് ഇതില്, പക്ഷെ അവളിന്ന് വന്നില്ല. ഞാൻ അവളടുത്ത് ചോദിച്ചു, മക്കളെ ഇത് വരുന്നുണ്ടോന്ന്. എനിക്ക് പറ്റില്ല അമ്മ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ കളരിപ്പൂജയ്ക്ക് ഞങ്ങളെ ആ പെർഫോമൻസ് കണ്ട് അവളിൽ അഡിക്റ്റായി. അവൾ എന്റെ പിറകെ നടക്കാൻ തുടങ്ങി. അമ്മ അപ്പൊ ചേർക്കുമെന്ന്. അപ്പൊ പിന്നെ ഉടനെ ഞങ്ങളുടെ ലീഡ് ജനനിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അതിനെന്താ ആന്റി കൊണ്ടുവന്നു. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രാക്ടീസ് എല്ലാരും കൂടെ വരണമെങ്കിൽ അതെ, വൈകുന്നേരം 5:30-6 മണിക്കാണ് ഞങ്ങൾ തുടങ്ങുന്നത്. 10 മണി വരെ. അന്ന് ഞങ്ങൾക്ക് പഞ്ചായത്തിലാണ് അതിന്റെ ഒരു ഇത് തന്നത്. 10 മണി വരെ, ചിലപ്പോൾ 11 മണി വരെയൊക്കെ ഞങ്ങൾ ഇരിക്കും. കാരണം പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. അപ്പൊ വീട്ടുകാരുടെ പിന്തുണയും കൂടെ ഒന്ന് ചിന്തിക്കണം. കാരണം വെച്ചാൽ ഞങ്ങൾ 11 മണിക്കൊക്കെ വീട്ടിൽ പോകണമെങ്കിൽ അവരുടെ നല്ലൊരു പിന്തുണ ഞങ്ങൾക്ക് വേണം. അപ്പൊ ഇപ്പൊ അവിടെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ആക്കിയത്. പക്ഷെ ഇതും അതിനേക്കാളും നല്ല ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക്, ഹോളാണ്. പിന്നെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട്, കാരണം കാട്ടാക്കടയിൽ ഞാൻ അങ്ങ് താമസിക്കുന്ന മലയങ്കിഴോട്ട് ഇപ്പോഴും മാറിയത്. അപ്പൊ അത്രയും ദൂരമുണ്ട്. പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ വരും. പക്ഷെ നമ്മുടെ പാഷൻ ഉണ്ടല്ലോ. പിന്നെ അല്ലാണ്ട് അതെ അതെ, എനിക്ക് കലയെന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞിലേ ഉള്ള ഇഷ്ടമാണ്. ഇപ്പൊ ഈ പല വേദികൾ നമുക്ക് മിസ്സായി, അതുകൊണ്ട് നമ്മൾ ഇവിടെ പിടിച്ചു. അതല്ല, കുഞ്ഞിലെയൊക്കെ ഇപ്പൊ പറഞ്ഞ കണക്ക് പിന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് വേദികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ കുറെ ഇതായി. പിന്നെ ഇപ്പൊ ഞാൻ വീണ്ടും ഡാൻസ് ആയിരുന്നാലും പാട്ടായിരുന്നാലും പഠിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരുമാണ് പഠിക്കുന്നത്. ഞാനുണ്ട്, ജനനിയുണ്ട്, എന്റെ മകളുണ്ട്, ഉണ്ട്. പിന്നെ ആരഫിയിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. മെമ്പറുണ്ട്. എന്തെങ്കിലും പറയാനുണ്ട്? ആർക്കും എന്തോ മിസ്സിംഗ് ഉണ്ട് പറയാൻ? ഞാൻ വരുന്നു. ഞങ്ങളിപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് റിക്രിയേഷൻ സെന്ററായ ഇവിടെയാണ്. അത് ഞങ്ങൾക്ക് തന്നത് തന്നെ, ഇവിടെ പ്രാക്ടീസിന് തന്നത് തന്നെ ഞങ്ങളുടെ സൂപ്പർവൈസർ, പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങളാണ്. അവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നല്ലൊരു സ്ഥാപനമാണ്. നമുക്ക് എപ്പോഴും വേണമെന്ന് പ്രാക്ടീസ് ചെയ്യാം. നല്ല ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. ശരി, താങ്ക് യു. അപ്പൊ AC റൂം അടക്കാണ് അല്ലെ? AC റൂമാണ്. നമുക്ക് ആ റൂം നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഒരാളും കൂടി ഉണ്ട്. പേര്? എന്റെ പേര് വിചിത്ര. വിചിത്ര എന്ത് ചെയ്യുന്നു? തൊഴിലുറപ്പിന്റെ മേറ്റാണ്. ഓ, അടുത്ത ആള്. ഓക്കെ, മേറ്റാണ്. ഇതിലേക്ക് വന്നത് എങ്ങനെയാണ്? അത് പ്രോജക്റ്റ് വെച്ചു, അങ്ങനെ കണ്ട് എനിക്ക് നേരത്തെ ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങ് പോന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം. നന്നായിട്ട് പോകുന്നു. വേദിയിലൊക്കെ എത്തിയതിന്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? സ്റ്റേജൊക്കെ സൂപ്പറായിരുന്നു. നല്ല അടിച്ചു പൊളിച്ച് നമ്മളിങ്ങനെ സ്റ്റേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടിച്ചു പൊളിച്ച് എങ്ങനെ പോട്ടെ. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ള, ആരെങ്കിലും ഒരാൾ, ഇത് ആരാണിത് ഒളിച്ചു നിൽക്കുന്നേ? പേര് പറയും. എന്റെ പേര് തബിത. ഇലത്താളം ലീഡ്. അതെ. ഓക്കെ. അപ്പൊ എന്താണ് ഇങ്ങോട്ട് വരാൻ കാര്യം? എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ ഫാഷൻ ഡിസൈനിങ് പഠിച്ചോണ്ടിരിക്കും. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്. രണ്ടാമത്തെ ഫാഷൻ ഡിസൈനിങ് രണ്ടും ഒരേ കോളേജിൽ. ഓ, ശരി, ഒരു കോളേജിലാണ്. ആക്ച്വലി ഞാനായിട്ട് വന്നല്ല, എന്റെ സിസ്റ്റർ ആയിട്ട് വന്നതാ. സിസ്റ്റർ ചെണ്ട കൊട്ടുന്ന ആളാ. പക്ഷെ സിസ്റ്റർ വന്നിട്ട് സിസ്റ്റർ ജോലി എന്നും പറഞ്ഞു പോയി. അവസാനം ഞാൻ മാത്രമായി. അങ്ങനെയാ. പിന്നെ എന്റെ അമ്മയുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഇപ്പൊ ഞാൻ എങ്ങനെയുണ്ട് വേദികൾ? ഞാൻ ചോദിക്കുന്ന ആരെങ്കിലും ഒരാൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്. നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായ ഒരു വേദി ആരാ പറയാ എന്നോട്? മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അനുഭവങ്ങൾ മാത്രമേ. അതാ ഞാൻ ചോദിക്കുന്നത്. നമ്മളൊരു വേദിയിലേക്ക് എത്തുമ്പോ ഒരുപാടുണ്ട്. ആരാ ഒരെണ്ണം മറക്ക. വാ ലീഡ് പറയട്ടെ. എന്താണ് അതിന്റെ ഒരു? മക്കളെ ഇവിടെ നിന്നോ. നമ്മുടെ സമം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കനകക്കുന്നിൽ വെച്ചിട്ട്. 1001 ആർട്ടിസ്റ്റുകൾ അടങ്ങുന്നതാണത്. അപ്പം അവിടെ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നിട്ട് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തത് ഞങ്ങൾ മാത്രമാണ്. ഓ, ശരി, അടിപൊളി. അപ്പം പുറത്തുനിന്ന് പെർഫോം ചെയ്തത് കണ്ടിട്ടാണ് ആൾക്കാര് സ്റ്റേജിൽ അവർ വന്ന് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞു. ആവശ്യപ്പെട്ടു. ജസ്റ്റ് ഒന്ന് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കൊട്ടി തുടങ്ങിയപ്പോ ആദ്യം പറഞ്ഞു വേണ്ട, പുറത്ത് നോക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒറ്റ സ്റ്റെപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെയ്തപ്പം പിന്നെ എല്ലാരും ബാക്കി ഈ ക്ലാസിക്കൽ ഡാൻസ് കളിച്ചിട്ട് നിൽക്കണ ഡ്രസ് ഇട്ട് നിൽക്കണ പിള്ളേര് പോലും ആടി എന്നുള്ളതാണ്. ഓ, ഗംഭീര.
പ്രോഗ്രാം സ്ഥലത്ത് മാത്രമല്ല ഞങ്ങൾ ഏകദേശം ഒരു 70-75ഓളം ആൾക്കാർ കൂടിയായിരുന്നു ഇത് ഈ ഒരു പ്രോജക്റ്റ് വന്ന ടൈമില്. പക്ഷെ ഇത് കൊഴിഞ്ഞു 4-5 പേരിൽ അവശേഷിച്ചു അവസാനം. പക്ഷെ പിന്നീട് വീണ്ടും ആൾക്കാർ അറിഞ്ഞ് നമ്മുടെ കൊട്ട് കേട്ടിട്ട് ആൾക്കാർ വന്നു എന്നുള്ളതാണ്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ അയ്യോ ഇങ്ങനെ ആയിരുന്നോ എന്നിങ്ങനെ ഓരോ വേദികൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഞങ്ങളത് മിസ് ചെയ്തു എന്നുള്ളത്. പിന്നെ ഒരുപാട് കളിയാക്കലും അങ്ങനെയൊക്കെ ഒരുപാട് കേട്ട് പെൺപിള്ളേരാകുമ്പോ ഇങ്ങനെ ചെണ്ട തൂക്കി ഇറങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കിയ ആൾക്കാർ പോലും പിന്നീട് പൊന്നാട വന്ന് സ്വീകരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതിവലിയ പ്രതികാരം വേറെ എന്താ അല്ലേ, അവരെ കൊണ്ട് പൊന്നാട ഇടിക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക്. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് സ്ത്രീ മുന്നേറ്റം എന്ന് വെറുതെ പറയുന്നതല്ല, അവർ കാണിച്ചു തന്നു എന്നുള്ളതാണ് പ്രവൃത്തിയിലൂടെ. അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അവിടെയുള്ള പരിപാടികളൊക്കെ ഇവർക്ക് ബുക്കിംഗ് കൊടുക്കുക, അങ്ങനെ ഇവരെ സഹായിക്കുക. അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം പറഞ്ഞ ഫ്യൂഷൻ നമുക്ക് ഒരെണ്ണം കേൾക്കണം പ്രേക്ഷകർക്കായിട്ടാ. ഞങ്ങളെ പഠിപ്പിച്ച മാഷുണ്ട്, 2 മാഷുമാരുണ്ട്. ഒന്ന് ശ്രീജിത്ത് പിന്നെ രാംജിത്ത് എന്ന് പറയുന്ന സാറ്. രണ്ടുപേരും കൂടെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. രണ്ടുപേരും ചുള്ളിമാനൂരിൽ നിന്നാണ് വന്നത്. അവർക്ക് അവിടെ ഗുരുകൃപ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുപോലെ ശിങ്കാരിമേളം ടീമുണ്ട്. അവര് കുറെ ഒരു 20ഓളം വർഷമായി കാണും അവരുടെ ടീം. അപ്പൊ അങ്ങനെ അവര് വന്ന് പഠിപ്പിച്ചാണ് ഞങ്ങളെ. ഫുൾ ക്രെഡിറ്റ് എന്ന് പറയണത് അവർക്ക് 2 പേർക്കുമാണ്. ശരി. അപ്പൊ വലിയ സന്തോഷത്തോടെയാണ് ഈ നാട്ടിലോട്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവരെ വിളിക്കാം. നിങ്ങളുടെ നാട്ടിലേക്ക് എത്തി നിങ്ങളുടെ വേദികളെ പ്രകമ്പനം കൊള്ളിക്കാൻ അല്ലേ. നമ്മുടെ പേരൊന്ന് ഒരുമിച്ചൊന്ന് ഉറക്കെ പറഞ്ഞേ, കാട്ടാൽ പെൺപട നിങ്ങളിലേക്ക് എത്തും. ഒരു പെർഫോമൻസും കൂടി കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്.